സംയുക്ത പാർട്ടികളുടെ ദേശീയ പണിമുടക്കിൽ ജനജീവിതം കേരളത്തിൽ ദുരിതത്തിൽ. തിരുവനന്തപുരം പോത്തൻകോട് തുറന്ന് പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരാനുകൂലികൾ അടപ്പിച്ചു. നെയ്യാറ്റിങ്കര KSRTC ഡിപ്പോയിൽ സമരാനുകൂലികളുടെ ഗുണ്ടായിസം. ജോലിക്കെത്തിയവരെ സമരക്കാർ ഭീഷണിപ്പെടുത്തി. പണിമുടക്കിൽ ആശ്വാസമായി സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസ്. അന്യസംസ്ഥാനത്തു നിന്നും എത്തിയവരും വിദേശികളുമാണ് പണിമുടക്കിൽ ബുദ്ധിമുട്ടിയതിൽ ഏറിയ പങ്കും. KSRTC സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ഓട്ടോ ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തി. ഇപ്പോൾ RCC ഒരു 4-5 ഓട്ടം നമ്മൾ പോയി. നമ്മൾ സാധാ പോകുന്ന റേറ്റിൽ തന്നെയാണ്, ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഓട്ടം പോകുന്നതും, ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നതും. നമ്മൾ കാലിക്ക് തന്നെ തിരിച്ചു വരുന്നത്. എന്നാലും RCC വരുന്നവരെ നമ്മൾ ഒഴിവാക്കാറില്ല. അതിനെക്കൊണ്ടാണ് നമ്മളിവിടെ കിടക്കുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് CIT അനുകൂലികൾ അടപ്പിച്ചു. മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലും പ്രതിഷേധക്കാർ എത്തി. നെയ്യാറ്റിങ്കര KSRTC ഡിപ്പോയിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞത് ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും കടകമ്പോളങ്ങൾ അടപ്പിച്ചു. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. കൊല്ലത്ത് 50 ഡ്രൈവർമാരും 27 കണ്ടക്ടർമാരും ഡ്യൂട്ടിക്കെത്തിയെങ്കിലും സർവീസ് അയച്ചില്ല. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ BMS പ്രവർത്തകർ KSRTC ബസ്സുകൾ കഴുകി വൃത്തിയാക്കി പ്രതിഷേധിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസ് നടത്തിയത് രോഗികൾക്കും മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവർക്കും ആശ്വാസമായി. 5ലധികം ആംബുലൻസ് സർവീസുകളാണ് രാവിലെ മുതൽ സൗജന്യമായി സർവീസ് നടത്തിയത്. നമ്മൾ ഏകദേശം 6 മണിയോടുകൂടി സർവീസ് തുടങ്ങിയാണ്. ഏകദേശം ഒരു 10-20ഓളം സർവീസുകൾ മേലെ, ഒരു വണ്ടി 20 സർവീസിന് മേലെ നടത്തിക്കുന്നത്. നമ്മുടെ 5 വണ്ടികളാണ് ഇന്ന് സർവീസിലുള്ളത്. തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലേക്കുള്ള സർവീസ് ഇവിടെ നിന്നുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കിയുള്ള പണിമുടക്കിനെ ജനങ്ങൾ തന്നെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് തലസ്ഥാനത്തടക്കം കാണാൻ കഴിഞ്ഞത്. നിരവധി സ്വകാര്യ വാഹനങ്ങളും ടാക്സികളും യാത്ര നടത്തിയത് ജനങ്ങൾക്ക് ഉപകാരമായി മാറുകയും ചെയ്തു. അനൂജ് അനാവൂരിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.